എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതം നേരെ ബസ്സിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ സൈഡ് സീറ്റിൽ തന്നെ നന്ദ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഗൗതം അതിനകത്തേക്ക് കയറി ചെന്നു. അങ്ങനെ കയറി ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിമോളെ അവിടെ കിടത്തിയിരിക്കുന്നുണ്ട്. ഒരു നിമിഷം ഗൗരിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി, പിന്നീട് കുഞ്ഞിനെ വാരിയെടുക്കുവാണ്. ഇത് നന്ദ കണ്ടു. നന്ദ പതുക്കെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം കുഞ്ഞിനെയും കൊണ്ട് ബസ്സിന് പുറത്തേക്ക് ഇറങ്ങുവാണ്. നന്ദ വന്നിട്ട്, ഗൗതം സാർ ഇതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? എന്റെ മോളെ കൊണ്ട് ഇത് എങ്ങോട്ടാ? എന്റെ മോളെ ഇങ്ങോട്ട് തരാൻ പറയാണ്. ഇത് കേട്ടോ ഗൗതം അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. നിന്റെ മോളോ? അതെ, എന്റെ മോളെ ഇവള്. എന്റെ മോളെ ഇങ്ങോട്ട് താ എന്ന് പറയണം. അവൾക്ക് സുഖമില്ല, അവൾക്ക് പനി പിടിച്ച് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് സഡേഷൻ കിടക്കുവാണ്. അവളിങ്ങ് തരാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു, നിന്റെ കുഞ്ഞ്, നീ നാഴേക്ക് 40 വട്ടം പറയുന്നുണ്ടല്ലോ നന്ദേ നിന്റെ കുഞ്ഞാന്ന്. നീ മാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊരു കുഞ്ഞ് പിറക്കുമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, അത് ഗൗതം സാർ അറിയേണ്ട കാര്യമില്ല എന്ന് പറയണം. സത്യം പറഞ്ഞ ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് ചോദിക്കണം. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, അതെ അത് ഗൗതം സാർ അറിയേണ്ട കാര്യമില്ല, അത് എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ ഇവളറിയണമല്ലോ, ഇവൾക്കറിയണമല്ലോ ഇവളുടെ അച്ഛൻ ആരാന്നുള്ള കാര്യം. ഇനിയും നന്ദ നിനക്കത് മറച്ചു വെക്കാൻ പറ്റില്ലെന്ന് പറയാ. സത്യം പറ, ഇവളുടെ അച്ഛൻ ആരാന്ന് ചോദിക്കണം. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, ദേ വേണ്ട കേട്ടോ ഗൗതം സാർ, വേണ്ടാത്ത പരിപാടികൾ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. ഇവൾ എന്റെ മോളാണെങ്കിൽ എനിക്കറിയാം ഇവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് മൂന്നാമതൊരാളുടെ ആവശ്യമില്ലെന്ന് പറയണം. ഗൗതം പറഞ്ഞു, നന്ദേ നീ എത്ര കാലം ഇങ്ങനെ ഒളിച്ചോടും? നിനക്ക് അധിക കാലം ഒളിച്ചോടാൻ പറ്റില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, എന്താ എന്നെ ഗൗതം സാർ ഭീഷണിപ്പെടുത്തണം നിൽക്കുക? ഭീഷണിപ്പെടുത്തം അല്ലെന്ന് പറയണം. ദേ ഞാൻ മോളെ കൊണ്ട് പോവാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദയ്ക്ക് സമനില എത്തുന്ന പോലെ തോന്നി. നന്ദ ഗൗതത്തിന് കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചിട്ട് പറഞ്ഞു, അതെ വീട് എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ പറയുകയൊക്കെ ചെയ്യണം. ഇത് കേട്ട ഗൗതം പറഞ്ഞു, കുഞ്ഞിനെ തരണമില്ലേ? കുഞ്ഞിനെ തരണം നിനക്കല്ലേ? ഒരിക്കലും ഞാൻ കുഞ്ഞിനെ തരില്ല എന്ന് പറയണം. അത് പറയാൻ നിങ്ങൾക്ക് എന്നാ അവകാശം ഇരിക്കണേ? നിങ്ങൾക്ക് ഈ കുഞ്ഞിന് മേലെ എന്താ അവകാശം ഉള്ളതെന്ന് ചോദിക്കാം. ഇത് കേട്ട ഗൗതം ചോദിച്ചു, അല്ല എനിക്ക് ഒരവകാശം ഇല്ലേ? ഒരവകാശം ഇല്ലേ നന്ദേ? ഒരവകാശം പറ, ഇപ്പൊ ഈ നിമിഷം തന്നെ പറ എന്ന് പറയണം. പിന്നീട് നന്ദയുടെ കൈ എടുത്ത് ആ കുഞ്ഞിന്റെ തലയിലേക്ക് അങ്ങ് വെച്ചു. ഇവളുടെ തലയെ തൊട്ട് സത്യം ചെയ്യാം, ഞാനും ഈ കുഞ്ഞും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് നീ സത്യം ചെയ്യാം. ഞാൻ ഇവളുടെ ആരുമല്ലെന്ന് നീ സത്യം ചെയ്യാൻ പറയണം. അവസാനം നന്ദയ്ക്ക് സത്യം ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം കുഞ്ഞിന്റെ അച്ഛനാണല്ലോ. നിനക്ക് സത്യം ചെയ്യാൻ കഴിയില്ലല്ലേ? എനിക്കറിയാം അത് പറ്റില്ല എന്ന്. കാരണം എന്താണെന്നറിയാവോ? ഈ കുഞ്ഞിന്റെ അച്ഛൻ ഞാനായതുകൊണ്ട് സത്യമല്ലേ ഞാൻ പറഞ്ഞെന്ന് ചോദിക്കോ. ഒരു നിമിഷം നന്ദ ഞെട്ടി. നന്ദയൊന്നും മിണ്ടിയില്ല. പറഞ്ഞന്തേ ഇവളുടെ അച്ഛൻ ഞാനല്ലേ, നീ എന്താ മടിച്ചു നിൽക്കണമെന്ന് ചോദിക്കാം. ഇത്രയും കാലം നീ എന്നെ പറ്റിച്ചു, പക്ഷെ ഇനി പറ്റില്ല. 6 വർഷക്കാലം നീ എന്നെ വഞ്ചിച്ച് നടന്നില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് നന്ദ പറഞ്ഞു, ഞാനല്ലല്ലോ പറ്റിച്ചേ, നിങ്ങൾ എന്നെയല്ലേ വഞ്ചിച്ചേന്ന് ചോദിക്കുകയാണ്. നിന്നെ ഞാൻ എങ്ങനെ വഞ്ചിക്കുമെന്ന് ചോദിക്കുകയാണ്. ആ അപകടം ഉണ്ടായ സമയത്ത് ഏലപ്പാറ വെച്ച് ഞാൻ കരുതി നീ മരിച്ചു കാണുമായിരിക്കും, നിന്റെ ഭാഗ സാധനങ്ങളൊക്കെ കിട്ടിയല്ലോ. ഓഹോ, അത് കണ്ട ഉടനെ നിങ്ങൾ അങ്ങ് വിചാരിച്ചു. ഒന്നും അല്ലെങ്കിൽ നിങ്ങളൊരു പോലീസ് ഓഫീസർ അല്ലേ, നിങ്ങൾക്ക് അന്വേഷിക്കായിരുന്നല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, അന്വേഷിക്കണമായിരുന്നു, പക്ഷെ ഞാൻ കരുതി എല്ലാരും പോയി, അപ്പൊ പിന്നെ അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്ന് കരുതി. അതാ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ കല്യാണമൊന്നും കഴിച്ചില്ലായിരുന്നു. എന്റെ മനസ്സിൽ നീ മാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാം. ഓഹോ, എന്നിട്ടായിരിക്കും പിങ്കിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചല്ലേ? അല്ല, പിങ്കിയെ കല്യാണം കഴിച്ചത് നീ ഇവിടെ ശാന്തിപുരത്ത് വന്നതിന് ശേഷമല്ലേ അറിഞ്ഞേ? അതിനുമുമ്പ് നീ അറിഞ്ഞില്ലായിരുന്നല്ലോ. പിന്നെ നീ എന്തുകൊണ്ട് എന്നെ അന്വേഷിച്ച് വന്നില്ല? ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു, എനിക്ക് അന്വേഷിച്ച് വരേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഗൗതം സാർ അന്നൊന്നും എന്റെ വേദന മനസ്സിലാക്കിയിട്ടില്ല, സ്വന്തം ഫീലിങ്സ് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. മറ്റുള്ളവരുടെ വേദന എന്താന്ന്, അവരെങ്ങനെയാണ് ജീവിക്കണമെന്നൊന്നും ഗൗതം സാറിന് അറിയേണ്ട കാര്യമില്ലായിരുന്നുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു, നന്ദായി നീ വെറുതെ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കണ്ട. നിനക്കറിയാവോ, ഞാൻ ആദ്യം ശാന്തിപുരത്തേക്ക് വന്ന സമയത്ത് ആ വരുന്ന വഴി ആ റോഡിൽ പാറയുടെ മുകളിൽ ഐ മിസ് യു അച്ചാന്ന് പറഞ്ഞൊരു എഴുത്തുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിന്റെ അടിയിൽ ഞാൻ അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ടായിരുന്നു, മോളുടെ അച്ഛൻ ഉടനെ വരൂന്നുള്ള. അത് ഗൗരിമോൾ എഴുതിയതായിരുന്നു. അവസാനം ഞാൻ എൻ്റെ ഗൗരിമോളുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അന്ന് ഞാനത് എഴുതി ആ കുഞ്ഞിന് അതിൻ്റെ അച്ഛനെ കണ്ടെത്താൻ സാധിക്കണമെന്ന് കരുതിയിട്ട്. കാരണം ആ പിഞ്ചു കുഞ്ഞിന്റെ വേദന ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാതെ പോയ ആള് നീയാ നന്ദേ. ഇത്രയും കാലം എൻ്റെ മോളെ എന്നിൽ നിന്ന് നീ അകറ്റി നിർത്തിയില്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, ഞാൻ ആരെ അകറ്റി നിർത്തിയിട്ടൊന്നുമില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് പറയണം. നന്ദ പറ, നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്ക് കേൾക്കണം, ഇവള് എൻ്റെ മോളല്ലേ എന്ന് ചോദിക്കണം. അവസാനം നന്ദയ്ക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അതേന്ന് പറയാണ്. ഇത് കേട്ടതും ഗൗതം കുഞ്ഞിനെ എടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. ഗൗതത്തിന് സങ്കടമാണോ സന്തോഷമാണോ എന്താ സംഭവം എന്ന് അറിയത്തില്ല. തൻ്റെ ചോരയിലൊരു കുഞ്ഞ്, ആ ഒരു ചിന്തയായിരുന്നു ഗൗതത്തിന്റെ മനസ്സറിയാം. പക്ഷെ നന്ദ പറഞ്ഞു, കുഞ്ഞ് നിങ്ങളുടെ കൂടെ ആയിരിക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്, അവളെ ഞാൻ വിട്ടു തരത്തില്ല എന്ന് പറയണം. അവളെ ഞാൻ സ്വന്തമായിട്ട് കരുതി ഇത്രയും കാലം കൊണ്ടു നടക്കണേ.
അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു, ഇവൾ എൻ്റെ മോളാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും. ഇത്രയും കാലം എൻ്റെ മോളോടും എന്നോടും വലിയ ചതിയാ നീ ചെയ്തേ. കുഞ്ഞിനെ മറച്ചു വെച്ചു. പക്ഷെ അവളുടെ മനസ്സിലെ ആഗ്രഹം നീ മനസ്സിലാക്കിയില്ല. ഒരച്ഛനെ കാണാനുള്ള അവളുടെ ആഗ്രഹം എത്രമാത്രം ആഴത്തിലുള്ളതെന്ന് നീ എന്താണെന്ന് നന്ദയെ മനസ്സിലാക്കാത്തെ. ഇനി ഞാൻ വിട്ടു തരില്ല എന്നും പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് കാരണത്തേക്ക് അടുത്തോണേ. ഈ സമയം നന്ദ പറഞ്ഞു, ഗൗതം സാർ വിട്, എനിക്ക് എന്നെ മോളെ വേണമെന്നൊക്കെ പറയണം. ഇല്ല, നിന്റെ മോളെയോ? നിന്റെ മോളല്ല, ഇവൾ എൻ്റെ മോളെയും കൂടെ. ഇനി എൻ്റെ കൂടെ എൻ്റെ സ്നേഹം അനുഭവിച്ച് അവള് കുറച്ചാൾ കഴിയട്ടെ. അല്ല, നീ ഇത് എന്തു ഭാവിച്ചാ നന്ദേ? ഇത്രയും കാലം എന്നിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ വേർപെടുത്തി വെച്ചില്ലേ? ഇനി എനിക്കത് പറ്റില്ല. എനിക്ക് എൻ്റെ മോളെ വേണം. ഞാൻ ഇവളെ പൊന്നു പോലെ നോക്കും. ഞാൻ ഇവളെ കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുമ്പത്തേനും നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നന്ദ നെഞ്ചി തടിച്ച് നിലവിളിച്ച് അവിടെ ഇരിക്കുകയാണ്. ആകെപ്പാടെ സമനില കിട്ടുന്നവർ തോന്നി. ഈ ഒരു ദിവസം വന്നെത്തുമെന്ന് നന്ദയ്ക്ക് അറിയായിരുന്നു. പക്ഷെ എന്നാലും അത് ഇത്ര പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല. സ്വന്തം മകളാന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം സാർ മോളെയും കൊണ്ട് പോയിരിക്കുക. ഇനി താൻ എന്ത് ചെയ്യും? നന്ദ ഒരു കാര്യം തീരുമാനിച്ചു. നന്ദ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആ സമയം ഇന്ത്യപുരത്ത് കൊടുമ്പിരി കൊണ്ട ചർച്ചയാണ് നടക്കണേ. എന്നാലും ഗൗതം ഒരു വാക്ക് പോലും പറയുന്നത് എങ്ങോട്ടേക്ക് ഇത്ര ഇടപെടിന്ന് പോയത് എന്ന് അരുന്ധതി ചോദിക്കണം. ലക്ഷ്മി പറഞ്ഞു, അവന്റെ സ്വഭാവമല്ലേ, അവൻ അങ്ങനെയൊന്നും ഇല്ല. എപ്പോഴേ സമയത്താ പോകാൻ തോന്നിയെങ്കിലും ഒരു പോക്ക് അങ്ങോട്ട് പോകുന്നു പറയണം. പിങ്കി പറഞ്ഞു, ഇപ്പൊ തന്നെ പരിപാലിക്കും എന്ന് പറയണം. നന്ദുവൻ പറഞ്ഞു, അതെ, ഗൗരിയെ കൊണ്ടുപോകാൻ പോയതാന്ന് പറയണ പപ്പ. ഗൗരിയെ കൊണ്ടുപോകാനോ? അതെ, ഗൗരീനെ ദത്തെടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഗൗരീനെ ദത്തെടുത്തെന്ന് തോന്നേ പപ്പ. അല്ലെങ്കിൽ പപ്പ ഇപ്പൊ വരേണ്ട സമയം കഴിഞ്ഞെന്ന് പറയണം. ഇത് നന്ദു, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അവന്റെ ഒരു ഗൗരി. എന്താ മുത്തശ്ശി ഗൗരിക്ക് കുഴപ്പം? ഈ മുത്തശ്ശി ചീത്തയാ, അതുകൊണ്ടല്ല മുത്തശ്ശി എപ്പോഴും ഗൗരീനെ കുറ്റം പറയണേ. എന്റെ ഗൗരി പാവമാന്ന് പറയണം. പിന്നെ നിന്റെ ഗൗരി പാവമാണ് പോലും. ഒന്നും മിണ്ടായിരിക്കും വെച്ചാ അവിടെ എന്നൊക്കെ പറയണം. ആ സമയം പിങ്കി പറഞ്ഞു, എന്നാലും ഗൗതം ഇത് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കും? എത്ര സമയമായിട്ട് വന്നില്ലെന്ന് പറയാ. അതാ എനിക്കും അറിയത്തില്ലാത്ത എന്ന് ലക്ഷ്മി പറയാണ്. പറഞ്ഞ സമയം കഴിഞ്ഞു, അവനൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഫോൺ വിളിച്ചിട്ടാണ് ഒട്ട് എടുക്കുന്നില്ല എന്ന് പറയണം. ആ സമയം പുറത്തൊരു കാർ വന്ന് നിൽക്കണം. ഗൗതം കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഗൗതത്തിന്റെ ഫോൺ വിളിച്ചു നോക്കിയപ്പോൾ ഓഫീസിലെ കാര്യങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഓഫീസിലെ കാര്യങ്ങൾക്ക് വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ്. എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ടെന്നൊക്കെ. അങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുത്തതിന് ശേഷം ഗൗതം വന്ന് ഗൗരിമളുടെ മുഖത്തേക്ക് നോക്കണം. ഗൗരിമൾ അപ്പോഴും ഉറക്കം ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മുഖത്തേക്ക് കുറച്ച് സമയം നോക്കി. പിന്നീട് കുഞ്ഞിനെ വാരിയെടുത്ത് അകത്തേക്ക് വരുവാണ്. ഈ സമയം അരുന്ധതിയൊക്കെ ഭയങ്കര ചർച്ചയിലാ. എത്രയും പെട്ടെന്ന് തന്നെ നന്ദയും ഗൗരിയും പിന്നെ പോയാൽ മതി, അങ്ങനെയാണ് സമാധാനം ഉണ്ടാകത്തുള്ളൂ. അവൾ ഇവിടെ നിന്നിട്ടുണ്ട്, താങ്കൾക്ക് പാരയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഗൗതം ഗൗരി മോളെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരു നിമിഷം അവരെല്ലാം ഞെട്ടിപ്പോയി. ഇവളെയും കൊണ്ടോ? നന്ദുവിന് ഭയങ്കര സന്തോഷമായി. അച്ഛാ, ഗൗരിയെ കൂട്ടിക്കൊണ്ട് വന്നില്ലേ? അച്ഛൻ ഗൗരിയെ ദത്തെടുത്തോന്ന് ചോദിക്കുക. എനിക്കറിയായിരുന്നു എൻ്റെ അച്ഛന് ഗൗരിനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ കഴിയില്ലെന്ന്, അതുകൊണ്ടല്ലേ അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നേ എന്നൊക്കെ പറയണം. ഇത് കേട്ടതും ഗൗതം, അതെ മോനെ, നിനക്കൊരു കൂട്ടായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയാം. ഞാനേ മോളെ കൊണ്ടുവന്ന് കിടത്തട്ടെ എന്ന് പറയണം. അപ്പോഴേക്കും അരുന്ധതി പറഞ്ഞു, നിക്കട അവിടെ എന്ന് പറയണം. നിൽക്കാനോ? അതെ, നിൽക്കുക. നീ എന്തിനാ ഇവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, അത് എനിക്ക് കൂട്ടിക്കൊണ്ട് വരാൻ തോന്നി. പെട്ടെന്ന് പിങ്കി ചോദിച്ചാൽ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാരണം കാണുമല്ലോ, എന്തിനും ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറയാം. കാരണം ഒന്നും ഇപ്പം നിങ്ങളോട് പറയാൻ പറ്റുന്ന കാര്യമില്ല, അതൊക്കെ പിന്നെ അതിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞോളാം എന്ന് പറയണം. ഇത് കേട്ടാ പിങ്കി പറഞ്ഞു, എന്താ ഗൗതം ഇങ്ങനെയൊക്കെ? ഗൗതം ഇങ്ങനെയൊന്നും ആയിരുന്നല്ലോ എന്ന് പറയണം. അരുന്ധതി പറഞ്ഞു, അവൻ അഹങ്കാരം, അല്ലാതെ എന്ത് പറയാനിട്ടാ? സത്യം പറ, നീ എന്തിനാ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് മറുപടി പറയാനൊന്നുമില്ല, ഇപ്പം പറയാനായിട്ട് സമയമില്ല. ഞാൻ എന്തായാലും ഗൗരിമാളെ അകത്തേക്ക് എന്നെ കൊണ്ടുപോവുക, അവളെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടല്ല ഞാൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് കയറി പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് ബാക്കി ഇന്ത്യയിലുള്ള എല്ലാവരും നിൽക്കുകയാണ്. ഗൗതം മോന് മാത്രം സന്തോഷമായി, കാരണം തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അല്ലെങ്കിൽ തൻ്റെ പപ്പ പോയി ഇപ്പം ഗൗരിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലായിരുന്നല്ലോ, ആ ഒരു സന്തോഷത്തിലായിരുന്നു നന്ദമോനും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.